ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ഗവൺമെന്റിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിൽ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കേരള മൃഗസംരക്ഷണ വകുപ്പിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം 352ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് ഓൺലൈനായിട്ട് കേരള PSC വഴിയല്ലത് നമ്മുടെ CMD സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം വഴിയാണ് അപേക്ഷിക്കേണ്ടത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് ഏകദേശം 61,100 വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തികകളുണ്ട്. അപ്പോൾ നോക്കിയാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് കേരള അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. 7/3/2024 ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് 9/4/2024 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനും മറ്റുള്ള വിവരങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 9/3/2024 മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ വന്നത് 7/3 9/3/2024 അതിൻ്റെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷന് സ്വീകരിച്ചു തുടങ്ങിയത്. നിങ്ങൾക്ക് 9/4/2024 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിൻ്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഡോസ്റ്റ് ഡൊമിസിലറി വെറ്റിനറി സർവീസ് സ്റ്റേറ്റ് വൈഡ് എന്ന് പറഞ്ഞ കാറ്റഗറി 1 ഉണ്ട്. കാറ്റഗറി 1 വെറ്റിനറി സർജൻ വിഭാഗത്തിലേക്ക് 156 ഒഴിവുകളുണ്ട്. അതിലേക്ക് അപ്പർ ഏജ് ലിമിറ്റ് 60 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. 44,020 വരെ ശമ്പളം ലഭിക്കും. അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ BVSC അതുപോലെ തന്നെ AHKSVC രജിസ്ട്രേഷൻ, വർക്കിംഗ് നോളജ് ഇൻ മലയാളം ആൻഡ് LMV ലൈസൻസ് ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന 156 വേക്കൻസിയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. പിന്നെ വന്നിരിക്കുന്നത് ഡ്രൈവർ കം അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 156 വേക്കൻസിയാണ്. അതിൽ 152 ബ്ലോക്കുകളിലേക്കും അതുപോലെ 3 കോർപ്പറേഷനുകളിലേക്കും വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, പ്ലസ് LMV ലൈസൻസ് കൂടി വേണം. 45 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. 20,065 രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വേതനം. പിന്നെ മൊബൈൽ സർജറി യൂണിറ്റിലേക്ക് വേണ്ടിയിട്ട് കാറ്റഗറി 2 വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് അതിൽ 12 യൂണിറ്റ്, ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആണ്. അതിൽ എറണാകുളം കണ്ണൂരും ഒഴികെയുള്ള ജില്ലകളിലേക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൽ വെറ്റിനറി സർജൻ 12 വേക്കൻസി, അതിലേക്കും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. പിന്നീട് ഡ്രൈവർ കം അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് 12 വേക്കൻസി, അതിലേക്ക് ഫിസിക്കലി ഫിറ്റായിരിക്കുക, പ്ലസ് അതിനോട് കൂടി നിങ്ങൾക്ക് LMV ലൈസൻസും കൂടി വേണം. 45 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. 20,065 രൂപയായിരിക്കും റെമ്യൂറേഷൻ ലഭിക്കുക ഈ ഡ്രൈവർ കം അറ്റൻഡൻറ്റിന്. പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി 3 എന്ന് പറഞ്ഞത് കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിലിലേക്ക് വേണ്ടിയിട്ടാണ്. അതിലേക്ക് വെറ്റിനറി സർജൻ 3 വേക്കൻസി, അതുപോലെ തന്നെ വെറ്റിനറി സർജൻ ടെലി വെറ്റിനറി മെഡിസിനിലേക്ക് വേണ്ടിയിട്ട് 1 വേക്കൻസി. അതിലേക്ക് 44,020 രൂപയായിരിക്കും ശമ്പളം. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് അതിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അതുപോലെ ഇൻ്റർവ്യൂ ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നമ്മുടെ CMD വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഉടൻ തന്നെ ഫോളോ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.